Pro-Culina's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യുന്ന ചിക്കനിൽ തന്നെയാണ് വെറൈറ്റി ചിക്കൻ. വെറൈറ്റി ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തരത്തിലുള്ള ചിക്കനാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്ന പോലെ വറുത്തരച്ചും തക്കാളിയും ഉള്ളിയും വഴറ്റിയിട്ട് അങ്ങനെയൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ അതിനകത്ത് നിന്നൊക്കെ വേറിട്ട് ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ പേര് ഹരിയാലി ചിക്കൻ, അല്ലെങ്കിൽ ചിക്കൻ ഹരിയാലി. അത് പച്ച കളറിൽ, അത് പച്ച കളർ എങ്ങനെയാണ് വരണേന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുക്കളയിൽ ഹരിയാലി ചിക്കനാണ് ഇന്നത്തെ നമ്മുടെ ഡിഷ്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ചിക്കൻ, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവാള ഉള്ളി, ബട്ടർ, മുളക്, മല്ലിയില, പുതിനയില നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മൾ ഹരിയാലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചിക്കൻ 1/2 കിലോയിൽ കൂടുതലുണ്ട്, കുറച്ചുകൂടി ഉണ്ടാവും, അത്രയുണ്ട്. ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. അത് വേറെ ഒന്നും പുരട്ടിയിട്ടില്ല കേട്ടോ, വെറുതെ ചിക്കൻ മാത്രമാണ് ഇതിനകത്തുള്ളത്. പിന്നെ 1 കപ്പോളം തൈര് എന്ന് വെച്ചാൽ നല്ല പുളിച്ച തൈര്. പിന്നെ ഒരു കഷ്ണം, ഒരു വലിയ കഷ്ണം തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 3-4 പീസ് വരാൻ പാടില്ല വലിയ കഷ്ണം ഇഞ്ചി. കുറച്ച് ഇത്രയും വെളുത്തുള്ളി. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം. പിന്നെ കുറച്ച് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണ ഒന്ന് യൂസ് ചെയ്യുന്നത്, നമ്മൾ ആകെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ബട്ടറാണ്. പിന്നെ മല്ലി പുതിന ഇല ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്, മല്ലിയിലയും പുതിനയിലയാണ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, അത് നമ്മൾ എന്താ പറയുക, ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇത് കാണിക്കാത്ത 2 ഐറ്റം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഉപ്പും പിന്നെ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടി. ഈ 3 ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാത്തേ ഉള്ളൂ. അത് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴൊക്കെ അത് യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ തൈര് കൂട്ടിയിട്ട് ഇലകൾ, മല്ലിയിലയും പുതിനയിലയും നന്നായിട്ട് അരച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം. മല്ലിയിലയും പുതിനയിലയും ഇഞ്ചിയും വെളുത്തുള്ളി തൈരും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കാം, അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങാം. മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്ത് വച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർക്കണം. മല്ലിയിലയും പുതിനയിലയും നമ്മുടെ കയ്യിൽ ഒരു പിടി കൂടുതലുണ്ട്, മല്ലിയിലയും പുതിനയിലയും, അതത്ര എടുത്തു. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് പച്ചമുളക് എടുത്ത് വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത്, ഇഞ്ചിയും വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതും ചേർത്തു. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തൈരും കൂടി, നമ്മളിതിനകത്ത് വെള്ളം യൂസ് ചെയ്യുന്നേ ഇല്ല, നമ്മളിതിനകത്ത് ഈ തൈരാണ് യൂസ് ചെയ്യണത്. അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ അരച്ച് കാണിച്ചു തരാം. നമ്മൾ അരച്ച് വെച്ച മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തൈരും കൂടെ കൂട്ടി നന്നായിട്ട് അരച്ച് വെച്ച ആ പേസ്റ്റാണിത്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യണം. അതിനകത്ത് വേറെ വെള്ളമൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ആ തൈര് നല്ല പുളിച്ച തൈരായിരുന്നു. പുളിച്ച തൈരല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി യൂസ് ചെയ്യണം. നമ്മളിതിനകത്ത് വേറെ തക്കാളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് പുളിച്ചതല്ലെങ്കിൽ കുറച്ചുകൂടി തൈര്, ഇത് വീട്ടിലുണ്ടാക്കിയ തൈരായതുകൊണ്ട് തന്നെ നല്ല പുളിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ പുളിക്ക്. നമുക്ക് വേണമെങ്കിൽ ഈ ചട്നി കൂടുതലുണ്ടാക്കിയിട്ട് നമുക്ക് ഈ ചട്നി അതുപോലെ തന്നെ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ നല്ലൊരു ചട്നിയായിട്ട് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഹോട്ടലുകളിൽ പോകുമ്പോൾ ഒരു ഗ്രീൻ കളറിലുള്ള ചട്നി തരും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിൻ്റെ ചട്നിയാണ് അവർ തരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അതെനിക്ക് തോന്നുന്നു ഈ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർക്കുന്നത് കൊണ്ടേ ഈ നോൺ വെജൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വയറിന് പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ചട്നി യൂസ് ചെയ്യുമ്പോൾ നല്ലതാണ്. കാരണം അതൊരിക്കലും വയറിന് പ്രശ്നങ്ങൾ, ഡൈജഷൻ കാര്യത്തിനൊക്കെ ഒത്തിരി നല്ലതായതുകൊണ്ടായിരിക്കാം ഈ ഒരു ചട്നി എപ്പോഴും അവർ ടേബിളിൽ വയ്ക്കാറുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ, നമ്മുടെ ഗ്രീൻ ചട്നി വെച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അത് 2 പാത്രത്തിലേക്കാക്കി എടുത്ത് മാറ്റി വെക്കും. ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഹരിയാലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ബട്ടറാണ്.
അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബട്ടർ, അതിനാവശ്യമുള്ള ബട്ടർ ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, വേണമെങ്കിൽ എടുക്കാം. നമ്മൾ വെണ്ണയോ അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം പാനിലേക്ക് നമ്മൾ ബട്ടർ ഇട്ടു. മെൽറ്റായി കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ജീരകമാണ്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനകത്ത് ജീരകം ഇടുന്നു. നമ്മളിവിടെ നോർത്ത് ഇന്ത്യൻ ഡിഷ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒന്നാണ് ജീരകം. നമ്മളിവിടെ കടുക് യൂസ് ചെയ്യുന്ന പോലെയാണ് അവിടെ ജീരകം അവർ യൂസ് ചെയ്യുന്നത്. കുറച്ച് ജീരകം അതിനകത്ത് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഉള്ളി ചേർക്കുന്നു. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവാള ഉള്ളി നന്നായിട്ട് ഒരു ചെറിയ ഒരു മീഡിയം ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഈ സവാള ഇതിനകത്ത് ഇടണം എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല. ഇതിനകത്ത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളെപ്പോഴും സവാള ഉള്ളിയുടെ ടേസ്റ്റൊക്കെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ച് സവാള ഉള്ളി, ഒരു മീഡിയം സവാള ഉള്ളി ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്. എനിക്ക് തോന്നി പഞ്ചാബീസ് ഇതിനകത്ത് ഒരിക്കലും ഉള്ളി യൂസ് ചെയ്യേയില്ല. സവാള ഉള്ളി ജസ്റ്റ് ഒന്ന് ഫ്രൈ, ഈ ബട്ടർ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, ഭയങ്കര നല്ലൊരു സ്മെല്ല്. ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, വളരെ ചെറിയ പ്രോസസ്സാണ് കേട്ടോ. അധികം ഒന്നും സമയം എടുക്കില്ല ഈ ഹരിയാലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളവരാണ് ഇത്രയും സ്പൈസസ് യൂസ് ചെയ്യണേന്ന്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാല, ഗരം മസാല, ചിക്കൻ മസാല എന്ന് വേണ്ട നമ്മുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ മസാലാസും നമ്മൾ ഇതിനകത്ത് ചിക്കൻ കറിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഈ ചിക്കൻ്റെ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് കിട്ടാൻ ഏറ്റവും നല്ലത് അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും ഈ തരത്തിൽ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടി ചിക്കൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇത് ഒന്ന് വഴണ്ട് ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം, ഒന്ന് വഴണ്ട് വരാനായിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ പ്രൊസീജിയർ, ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ 2 ബൗളിലാക്കിയിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ, നമുക്കത് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ 2 ബൗളിലേക്ക് ആക്കിയായിരുന്നു. 2 ബൗളിൽ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സിമ്മിലാണ് കിടക്കുന്നത് കേട്ടോ ചിക്കനിൻ്റെ പച്ചപ്പ്. ഇത് നമ്മൾ സിമ്മിലേക്ക് ആക്കിയിരുന്നു ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഇതിനകത്തേക്ക് ചേർക്കേണ്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി എപ്പോഴും നമ്മളതിനകത്ത് എന്ത് കറി ഉണ്ടാക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും. മുളക് പൊടി നിർബന്ധമല്ലെങ്കിൽ പോലും മഞ്ഞൾപ്പൊടി ചേർക്കും. ശേഷം കുറച്ച് ഉപ്പ് നമ്മൾ ഇതിനകത്ത് അരച്ചപ്പോഴോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ 2 ബൗളിലാക്കി വെച്ചിരുന്നല്ലോ, ഈ ബൗളിലാക്കി വെച്ചിരുന്ന ബൗള് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കിട്ടും. നമ്മൾ ഇത്രയും വെള്ളം, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത്രയും വെള്ളം അതും കൂടെ കൂട്ടി ഇതിനകത്തേക്ക് ഒഴിച്ചു. അപ്പോൾ ഇതിനകത്ത് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തു, ഉപ്പ് ചേർത്തു, പുളിക്ക് വേണ്ടി നമ്മൾ തൈര് വെച്ച് അരച്ചു. പിന്നെ എന്താണ്, അങ്ങനെ എല്ലാ സ്പൈസസും ഇതിനകത്ത് വീണിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം. വേവിച്ചതിന് ശേഷമാണ് നമ്മളിനി ചെയ്യുന്നത്. നന്നായിട്ട് ഇതിവിടെ ഇരുന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിൻ്റെ ഫ്ലെയിം കുറച്ച് ചെറിയ സിമ്മിലിട്ട് വേവിച്ച് എടുക്കുന്നു. അതാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിരുന്ന് ഒന്ന് തിളയ്ക്കട്ടെ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് തിളച്ചിട്ടുണ്ടോ. തിളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് മൂടി വച്ച്, ചെറിയ ഹൈ ഫ്ലെയിമിലിടരുത്, ലോയിലും ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നു. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റോളം കഴിഞ്ഞ് ഒന്ന് പൊക്കി നോക്കാം. നമ്മൾ അതിനകത്ത് മസാലയിൽ പറ്റിയിരുന്ന കുറച്ച് മസാല അരച്ച വെള്ളവും അത് കഴിയുമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് വെന്ത് കണ്ടപ്പോൾ കണ്ടോ, അത്രയും വെള്ളം, ചിക്കനിൻ്റെ വെള്ളവും ബാക്കിയുള്ള എല്ലാം കൂടി ഇത്രയായി. ഇതിനി ഓൾമോസ്റ്റ് ഒരു 70% വെന്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഈ വെള്ളം കുറുകി വരുന്നോടം വരെ വേവിക്കണം. ഈ ഹരിയാലി ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്താ പറയുക, ചിക്കൻ കറി പോലത്തെയുള്ള കറിയല്ല, ഇത് ഒരുമാതിരി തിക്കായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക സ്പൈസി ആയിട്ടുള്ള പിന്നെ എന്താ പറയുക ഒട്ടും ഡ്രൈ ആയിട്ടുള്ളൊരു കറിയല്ല, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. ഒരിക്കലും വെള്ളം പോലെ കിടക്കുന്നതല്ല, ഇത് ശരിക്കും വറ്റി വരണ്ട് അതിനകത്തൊക്കെ പിടിച്ച് ഇങ്ങനെ പീസസ് ആയിട്ട് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വേവിച്ച് വറ്റിച്ചെടുക്കണം. നമ്മൾ ഏകദേശം വറ്റി കുറുകി അതിൻ്റെ ഒരു ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാൻ പല നോർത്ത് ഇന്ത്യൻ ഡിഷിലും യൂസ് ചെയ്തൊരു സാധനമുണ്ട്, കസൂരി മേത്തി, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചെടുത്തത്. അത് എപ്പോഴും ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റും മണവും കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരുന്നാണ് ഈ മേത്തിയുടെ ഇല. ഇതാണ് സാധനം മേത്തിയുടെ ഇല എന്ന് പറയുന്നത്. അത് കസൂരി മേത്തി എപ്പോഴും എടുക്കുമ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇത് ചെയ്തെടുക്കണം, ശരിക്കും ഒന്ന് ഇത് ചെയ്തെടുക്കും കണ്ടോ. അതിനുശേഷം ഇതിനകത്തേക്ക് ഒന്നുകൂടി ഇളക്കുക. അപ്പോൾ ഈ കസൂരി മേത്തി ഇട്ടതിന് ശേഷം ഇത് യൂസ് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു നല്ല സ്മെല്ലാണ്. അതിനുശേഷമാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മളുടെ ഇതിനകത്ത് ആ ചിക്കൻ്റെ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ, പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ശകലം ഒരു 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 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ഇതിനകത്ത് എടുക്കാറുണ്ട്. ഒരു 1/4 ടീസ്പൂൺ, ഒത്തിരി ഒന്നും പറ്റില്ല, ഒരു 1/4 ടീസ്പൂൺ. അതുങ്ങളെ നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് പരിപാടി ക്ലോസ് ചെയ്യാം. നമ്മൾ പറഞ്ഞതുപോലെ ഒരു കുറച്ച് 1/4 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നു. അധികം യൂസ് ചെയ്യരുത് കേട്ടോ, വളരെ കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ. കാരണം അധികം യൂസ് ചെയ്താൽ നമ്മളുടെ ഈ പുതിന ഇലയുടെയും മല്ലിയിലയുടെയും ടേസ്റ്റൊക്കെ മാറിയിട്ട് അവസാനം ഈ ഗരം മസാലയുടെ മാത്രം രുചിയാവും. അത് വരാൻ പാടില്ല. എന്നാൽ നമുക്ക് ആ ഒരു മസാലയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ. അത് ഇട്ടില്ല എന്ന് കരുതി ഒരു പ്രശ്നമില്ല, കാരണം അല്ലാതെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും മണവും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറത്തേക്കാണ്. അതുപോലെ ടേസ്റ്റുള്ളൊരു ചിക്കനാണിത്. അതിൻ്റെ ഒരു ലുക്കും ഒരു പച്ച കളറിൽ, കാരണം നമ്മളിതിനകത്ത് കുരുമുളകോ പിന്നെ എന്താ പറയുക ചുവന്ന മുളകോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണിക്കുന്ന ഓരോ ചിക്കൻ കറിയും ഓരോ തരത്തിൽ വ്യത്യസ്തതയുള്ള ഒന്നാണ്. ലാസ്റ്റ് നമ്മളെപ്പോഴും ഇതിനകത്ത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശകലം ബട്ടർ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇവിടെ ഇരുന്ന് ഇത് പതുക്കെ ആ ബട്ടർ അലിഞ്ഞിറങ്ങി ഇനി നമുക്കത് സെർവ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഞാനത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ലുക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഈ ബട്ടറെല്ലാം ഉരുകി ഇറങ്ങി അതിൻ്റെ ഒരു രുചിയുണ്ട്. പിന്നെ എന്താ പറയുക, വേറെ ഒന്നും നമ്മളിതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. ആകെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക, പറയുന്നത് മാത്രമല്ല, ഒരു പ്രാവശ്യം നിങ്ങളത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടേസ്റ്റിയാണ് ഇതൊക്കെയെന്ന്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്ന് ഇരുന്നൊന്ന് സെറ്റ് ആകാനുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.